കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദി എന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദി എന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമായി. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമായി. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, വൈരിൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, വൈരിൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊടുങ്കാറ്റുകൾ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. കൊടുങ്കാറ്റ്. ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ 2-3 അധ്യായങ്ങളിലായിട്ട് നീണ്ടു കിടക്കുക വചനം. ദൈവം യോബിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. അതൊരു അനുഗ്രഹകരമായ കാര്യമാണേ. ദൈവം സംസാരിക്കുക, ദൈവം നമ്മോട് ഇടപെടുക. എന്തൊരു ഭാഗ്യമാണത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ചൊല്ലി ദൈവം വിളിക്കുന്നത് കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞങ്ങളെ കാണുന്നില്ല, പക്ഷേ ദൈവം നിങ്ങളുടെ പേര് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എൻ്റെ യേശുവിനെ വാഴ്ത്തിക്കൊണ്ട് പറയട്ടെ, അനേകം പ്രാവശ്യങ്ങളിൽ കർത്താവിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ
തളർന്നിരുന്നപ്പോൾ, ഞാൻ വാടിയിരുന്നപ്പോൾ, ഞാൻ ആശങ്കാകുലനായിരുന്നപ്പോൾ കർത്താവ് എൻ്റെ പേര് പറഞ്ഞ് നീ എന്തിന് തളരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. നിങ്ങൾക്കൊക്കെ കിട്ടും. നിങ്ങൾ വാസ്തവമായി ജീവിതത്തിൽ ഒരു ലാക്കുണ്ടായാൽ മതി. കർത്താവേ, മരണത്തോളം ഒരു വിശുദ്ധനായി ഞാൻ ജീവിക്കും. ആ തീരുമാനമുണ്ടായാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. മരണത്തോളം എൻ്റെ യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ ഒരു വിശുദ്ധനായി ഞാൻ ജീവിക്കുമെന്ന് നമുക്കൊരു തീരുമാനമുണ്ടായാൽ മാത്രം മതി. സ്തോത്രം. ദൈവം ഇയ്യോബിനോട് നേരിട്ട് ഇടപെട്ടു. ചുഴലിക്കാറ്റിലാണ് ഇടപെട്ടത്. ചുഴലിക്കാറ്റിൽ കൂടിയാണ് ആ ശബ്ദം കേട്ടത്. അത് ഗംഭീര ശബ്ദമായിരുന്നു. ഇടിമുഴക്കത്തേക്കാൾ ഭയാനകമായ ശബ്ദമായിരുന്നു. ഇയ്യോബിൻ്റെ കാതുകളിൽ അലയടിച്ചിട്ട് അത് ഹൃദയത്തിൻ്റെ ഭിത്തികളെ തുളച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെന്ന ശബ്ദമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം കാണുകയാണ്, എന്താണ് 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാം, ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇയ്യോബ് ഉത്തരം പറഞ്ഞു. 42-ാം അധ്യായം 1-ാം വാക്യമല്ലോ. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവനാര്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. മലയാള വേദപുസ്തകം വായിക്കുമ്പോൾ ഇത് ആര് പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. കാരണം ദൈവം ഇയ്യോബിനോട് സംസാരിച്ചപ്പോൾ ഐ നോ ദാറ്റ് യു ക്യാൻ ഡു എനിത്തിങ് ആൻഡ് ദാറ്റ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. ഇയ്യോബ് പറയുകയാണ്, കർത്താവേ, എനിക്ക് മനസ്സിലായി. ഐ നോ ദാറ്റ് യു ക്യാൻ ഡു എനിത്തിങ്, നിനക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ആൻഡ് ദാറ്റ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു, നിന്നെ നിർത്താൻ, നിന്നെ തടയാൻ ആർക്ക് സാധ്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി. തുടർന്ന് പറയുകയാണ്, യു ആസ്ക്, നീ എന്നോട് ചോദിക്കുകയാണ്, ഹൂ ഇറ്റ് ഈസ് ഹു ഹാസ് സോ ഫൂളിഷ്ലി ഡിനൈഡ് മൈ പ്രോവിഡൻസ്. ദൈവത്തിന് സ്തോത്രം. ആരാണ് എൻ്റെ മഹത്വത്തെ, എൻ്റെ ദൈവികത്വത്തെ ഡിനൈ ചെയ്ത് നിരസിച്ചൻ ആരാണ് എന്ന് കർത്താവെ നീ ചോദിക്കുന്നുവല്ലോ. യോ പറയുകയാണ്, യു ആസ്ക് ഹൂ ഇറ്റ് ഈസ് ഹു ഹാസ് സോ ഫൂളിഷ്ലി ഡിനൈഡ് യുവർ പ്രോവിഡൻസ്. യോബിനെ പറയുകയാണ്, ഇറ്റ് ഈസ് ഐ, അത് ഞാനാണ്. നിൻ്റെ പ്രോവിഡൻസ്, നിൻ്റെ മഹത്വത്തെ, നിൻ്റെ ദൈവികത്വത്തെ ഡിനൈ ചെയ്തത്, നിരസിച്ചത് ആരാണെന്ന് നീ ചോദിക്കുന്നു. ഞാനാണ് കർത്താവേ, ഞാനാണ്. അവസരത്തിൽ പറ്റിപ്പോയി കർത്താവേ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഇറ്റ് ഈസ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐ ന്യൂ നത്തിങ് അബൌട്ട്. എനിക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുപോയി. എനിക്കറിവില്ല, ഞാൻ പലതും പറഞ്ഞുപോയി. ഇറ്റ് ഈസ് ഐ, അത് ഞാൻ തന്നെയാണ്. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐ ന്യൂ നത്തിങ് അബൌട്ട് ആൻഡ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ഞാൻ പറഞ്ഞുപോയി. എന്തെല്ലാം വിവേകങ്ങളാണ് ഞാൻ പറഞ്ഞു പോയത്. ഞാൻ എന്തെല്ലാം പറഞ്ഞാൽ ഞാൻ വാദിച്ചു പോയത്. തിങ്സ് ഫാർ വണ്ടർഫുൾ ഫോർ മീ. എനിക്ക് അത്യന്തം അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയി. മണ്ടത്തിന് പറ്റിപ്പോയി. കർത്താവേ, ഇത് ഞാനാണ് നിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തത്. ഞാനാണ് നിൻ്റെ നിയമത്തെ ചോദ്യം ചെയ്തത്. ഞാനാണ് നിന്നെ ഞാൻ നിരസിച്ച് കളഞ്ഞത്. ഞാനാണ്. ഇറ്റ് ഈസ് ഐ, ഞാനാണ്. സ്തോത്രം. ഉടനെ വീണ്ടും പറയുകയാണ്, യു സെഡ്, ദൈവം പറയുകയാണ്, യു സെഡ് ലിസൺ ആൻഡ് ഐ വിൽ സ്പീക്ക്. നീ ശ്രദ്ധിച്ച് കേൾക്കൂ, ഞാൻ നിന്നോട് സംസാരിക്കാം. കർത്താവ്, നീ പറഞ്ഞല്ലോ, നീ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നോട് സംസാരിക്കാം. ലെറ്റ് മീ പുട്ട് ദ ക്വസ്റ്റ്യൻസ് ടു യു. ഞാൻ ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാം. സീ ഇഫ് യു ക്യാൻ ആൻസർ ദം. നിനക്ക് അതിന് ആൻസർ പറയാൻ, മറുപടി പറയാൻ പറ്റുമോ, ഉത്തരം പറയാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. പറ്റുമോ? ഞാൻ ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാം, നിനക്ക് ആൻസർ പറയാൻ പറ്റുമോ? ബട്ട് നൗ യെസ് എ. കർത്താവ്, ഇപ്പോൾ ഞാൻ പറയുന്നു. ഐ ഹാഡ് ഹേർഡ് അബൌട്ട് യു ബിഫോർ. കർത്താവേ, ഞാൻ മുമ്പ് അതിനെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഐ ഹാഡ് ഹേർഡ് അബൌട്ട് യു ബിഫോർ ബട്ട് നൗ ഐ ഹാവ് സീൻ യു. ഓ, ദൈവത്തിന് സ്തോത്രം. ഇതുവരെ നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നിന്നെ നേരിട്ട് കാണുന്നു. ചുഴലിക്കാറ്റിൽ പറന്നു വന്ന് എന്നോട് സംസാരിച്ച് നിത്യനായ ദൈവത്തെ ഞാനിപ്പോൾ കാണുന്നു. ഐ ഹാഡ് ഹേർഡ് അബൌട്ട് യു ബിഫോർ ബട്ട് നൗ ഐ ഹാവ് സീൻ യു ആൻഡ് ഐ ലോത്ത് മിസെൽഫ് ആൻഡ് റിപ്പൻറ്റ് ഇൻ ഡസ്റ്റ് ആൻഡ് ആഷസ്. സ്തോത്രം. കർത്താവേ, ഞാൻ എന്നെ തന്നെ ചെറുതാക്കുന്നു, ഞാൻ എന്നെ തന്നെ നിരസിക്കുന്നു. ഞാനിപ്പോൾ ജട്ടിലും വെണ്ണുകളിലും കിടന്ന് ഞാൻ അനുഭവിക്കുന്നു. നേരിട്ട് കണ്ടു ദൈവത്തെ, നേരിട്ട് കിട്ടി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഈ ഡീപ്പ് റിപ്പൻറ്റൻസ് വന്നതാണ് ഇയ്യോബിൻ്റെ അനുഗ്രഹങ്ങൾക്കെല്ലാം കാരണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞുപോയ കാലങ്ങളിൽ അഭിമാനകരമായ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം നിരസിച്ച് കളയുക. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദാനം, അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ദാനം. പക്ഷേ
നമുക്കൊന്നിലും അഭിമാനിക്കാനില്ല. ദൈവം തന്നതുകൊണ്ടാണ്. തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. ഉടയമ്പരം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, എല്ലാം നമ്മുടെ സാഹചര്യങ്ങൾ, എല്ലാം വരുമാനങ്ങളെല്ലാം ദൈവം തന്നതാണ്. നമുക്ക് പരീക്ഷ എഴുതേണ്ട ദിവസം പെട്ടെന്ന് രോഗം വന്നാൽ പരീക്ഷ എഴുതുമായിരുന്നോ? പരീക്ഷ എഴുതുന്ന ദിവസം പെട്ടെന്ന് ശക്തമായ തലവേദന വരികയാണ്, എന്ത് ചെയ്യും? അല്ല, പരീക്ഷ എഴുതുന്നതിൻ്റെ തലേ ദിവസം മുതൽ വയറുവേദന അങ്ങ് തുടങ്ങി, എന്ത് ചെയ്യും? വയറിളക്കം തുടങ്ങി, എന്ത് ചെയ്യും? ഇതെല്ലാം മാറ്റി തന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നില്ലെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഈ ദൈവം തന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ കൈയല്ലേ ഇതുവരെ നടത്തിയത്? ദൈവത്തിന് സ്തോത്രം. എനിക്ക് നല്ലതുപോലെ അറിയാം, എന്നെ നടത്തിയത് അത്ഭുതകരങ്ങളാണ്. എനിക്ക് വിദ്യാഭ്യാസം തന്നത് എനിക്ക് അർഹതയുള്ള വിധത്തിലല്ല, അത്ഭുതകരങ്ങളാണ്. എനിക്ക് ജോലി തന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങളാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങളാണ്. അവരെല്ലാം സമാധാനമായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒന്നിൽ അഭിമാനിക്കാൻ തോന്നിയിട്ടില്ല. കൃപ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. ഇന്നൊരു ദിവസം നീ ജീവിച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ. ഇന്ന് വൈകുന്നേരം നീ അത്താഴം ഉണ്ണുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ. നാളെ രാവിലെ എഴുന്നേൽക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട ഒരു മനുഷ്യനാണ്. എൻ്റെ ബാല്യം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്ന ദാവീദ് പറയും. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു ദാവീദ് പറഞ്ഞു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. അതുതന്നെയാണ് എൻ്റെ അവസ്ഥ. പലർക്കും അത്ഭുതമാണ്. സ്തോത്രം. കോളേജിൽ പഠിക്കാതെ കോളേജിൽ പഠിപ്പിച്ചു, കോളേജിൻ്റെ പ്രിൻസിപ്പലായി. അത്ഭുതമല്ലേ? സ്തോത്രം. അഭിമാനമല്ല ഈ പറയുന്നത്, ഞാൻ എളിമപ്പെട്ടുകൊണ്ട് പറയുകയാണ്. കോളേജിൽ പഠിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ കോളേജിൽ BEd ക്ലാസ്സിൽ ഒരു കൊല്ലം ഒരു ട്രെയിനിങ് കോളേജിലിരുന്നു. അത് അത്ര ഗൗരവമാക്കാനില്ല. പക്ഷേ ദൈവം കൃപ ചെയ്ത് എനിക്ക് വിദ്യാഭ്യാസം തന്നു. ദൈവം കൃപ തന്ന് എനിക്ക് ബുദ്ധി തന്നു. ദൈവം കൃപ തന്ന് എന്നെ കരം പിടിച്ച് കയറ്റി. വടവൂർ രാജർഷി സ്കൂളിൽ എൻ്റെ ഒപ്പം പഠിപ്പിച്ചിരുന്ന അധ്യാപകർ അവരും MA പാസ്സായി. അവർക്കാർക്കും കോളേജ് വഴി കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് MAയുടെ റിസൾട്ട് വരുന്ന മുമ്പ് തന്നെ എന്നെ കോലഞ്ചേരി കോളേജിൽ നിയമിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കോളേജ് തുടങ്ങിയ ദിവസം തന്നെ ഞാൻ കോളേജിൽ അറ്റൻഡ് ചെയ്തു. ഞാൻ പറയട്ടെ, എന്തിനാ ഞാൻ പറഞ്ഞറിയാമോ? എന്തുണ്ടോ അത് ദൈവത്തിൻ്റെ കൃപ. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് എന്തുണ്ടോ? ആരോഗ്യമുണ്ടോ? നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടോ? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വകയുണ്ടോ? നിങ്ങൾക്ക് ഇതുവരെയും ജീവിക്കാനൊരു മാർഗം കിട്ടിയിട്ടുണ്ടോ? എല്ലാം ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഈ കൃപയിൽ ചാരുന്നു. ഈ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നിരാശപ്പെടാൻ ഒന്നുമില്ല. ഇന്ന് ആകുലപ്പെടാൻ ഒന്നുമില്ല. സ്തോത്രം. ആശങ്കപ്പെടാൻ ഒന്നുമില്ല. എല്ലാം കർത്താവ് തന്നു. ഞാൻ ദൈവത്തിൻ്റെ കരുണ കണ്ട മനുഷ്യനാണ്. ദൈവത്തിൻ്റെ സ്നേഹം കണ്ട മനുഷ്യനാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ യാചിച്ച് പറയട്ടെ, നിങ്ങൾ ഈ ദൈവത്തെ മറക്കരുത്. ഞാൻ പറയാറുള്ളൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എന്നെ മറക്കാം, ഒരു കുഴപ്പമില്ല. എന്നെ മറക്കാം. പക്ഷേ എൻ്റെ യേശുവിനെ നിങ്ങൾ മറക്കരുത്. നിങ്ങളെ നടത്താൻ തൃക്കരം നീട്ടുന്ന യേശുവിനെ നിങ്ങൾ മറക്കരുത്. നിങ്ങളെ നയിക്കാൻ തൻ്റെ പൊന്നുകരം നീട്ടുന്ന കർത്താവ് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എല്ലാം അറിയുന്ന യേശുവിനെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അത് നോക്കിത്തരുന്ന യേശുവിനെ നിങ്ങൾ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. കുടുംബസമാധാനം തരുന്ന യേശു, കുടുംബം സ്വർഗമാക്കി തരുന്ന യേശു സ്വർഗമാക്കി തരുന്നു. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മുഖത്തുപെടട്ടെ. യേശുവേ, ഈ കൂട്ടായ്മ എൻ്റെ അല്ല. കർത്താവേ, ഈ മക്കളാരും എൻ്റെ അല്ല. എല്ലാം നിൻ്റെ വക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. സ്തോത്രം. ഇന്ന് അനേകായിരം ദൈവമക്കളുടെ സ്നേഹം എനിക്ക് തരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓരോ മെസ്സേജും വരുമ്പോഴേക്കും സാറേ പ്രാർത്ഥിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അനേകം വിളിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ കർത്താവേ, അവിടത്തേക്ക് മഹത്വം. ഞാൻ റിപ്ലൈ പറയുമ്പോൾ പറയും, നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കൂ. എന്നോടല്ല നന്ദി പറയേണ്ട, ദൈവത്തിന് മഹത്വം കൊടുക്കൂ. ഞാൻ പറയും, കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഡീപ്പ് റിപ്പൻറ്റൻസ് വരട്ടെ, അഗാധമായ പാവബോധം വരട്ടെ. ഡീപ്പ് റിപ്പൻറ്റൻസ്, അഗാധമായ പാവബോധം. നിങ്ങൾക്കൊന്നിൽ അഭിമാനിക്കാനില്ലെന്നുള്ള ചിന്ത വരട്ടെ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. എനിക്കോ പ്രശംസിക്കാൻ ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മാത്രം. എന്നാൽ പറഞ്ഞ പൗലോസ്ലീഹായോ
അന്നത്തെ ഗ്രീക്ക് ഫിലോസഫി പഠിച്ച ആളാണ്, യവന തത്വശാസ്ത്രം പഠിച്ച ആളാണ്. സോക്രട്ടീസിൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും പ്ലേറ്റോയുടെയും മാർഗത്തിൽ കൂടി വളരെ ഉന്നതമായ ജീവിത ആദർശങ്ങൾ കൈപ്പറ്റിയ ആളാണ്, ജീവിത ദർശനങ്ങൾ ലഭിച്ച ആളാണ്, ഉന്നതമായ പഠനം കിട്ടിയ ആളാണ്. ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഗമാലിയേലിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായിരുന്നു. പക്ഷേ പറയുകയാണ്, കർത്താവേ, എനിക്കതിലൊന്നും പ്രശംസിക്കാനില്ല. എൻ്റെ ഗമാലിയേലിൻ്റെ ശിഷ്യത്വം എന്നുള്ളതിലോ ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ പഠനം എന്നുള്ളതിലോ അല്ല കർത്താവേ, എനിക്ക് യഹൂദ മതത്തെ എൻ്റെ നടപ്പ് സംബന്ധിച്ച് സന്നദ്ധി സംഘത്തിലെ അംഗമാണെന്നുള്ളതിലോ ഒന്നിലെനിക്ക് അഭിമാനിക്കാനില്ല. സ്തോത്രം. എനിക്ക് അഭിമാനിക്കാനുള്ളത് യേശുവേ എന്നിൻ്റെ കുരിശിൽ മാത്രം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. തന്നെ താൻ താക്കീത് ചെയ്യുകയാണ്. വേറൊന്നിലും പ്രശംസിച്ച് പോകില്ലേ തന്നെ പറയുകയാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശില്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ലോകത്ത് ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇല്ലാതായി. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന് 14 വാക്യമാണ്. ഈ ലോകത്ത് ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിന് എൻ്റെ മേലെ അവകാശമില്ല, തീർന്നു. അവകാശമെല്ലാം തീർന്നു. കുരിശിൽ തൂക്കിക്കഴിഞ്ഞു, പിന്നെ ജീവനുണ്ടോ? ഇല്ലല്ലോ. എന്നതുപോലെ ലോകത്ത് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ചരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, ഞാൻ ചലിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. അതെല്ലാം ക്രിസ്തുവിൻ്റെ കൃപയാൽ മാത്രം. കൃപ. ഈ കൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുതെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ഈ കൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ കൃപ വേണമോ? ഈ അളവില്ലാതെ പകരുന്ന കൃപ വേണമോ? ഈ പ്രകാശധോരണി നിങ്ങൾക്ക് വേണമോ? യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങൾ നിറയണമോ? കുടുംബം സ്വർഗമായി തീരണമോ? നിങ്ങളുടെ കുടുംബജീവിതം സമാധാനപൂർണ്ണമായി തീരണമോ? നിങ്ങളുടെ വരണ്ടുപോയ ജീവിതത്തിൻ്റെ പുതു നമുക്ക് കിളിർത്ത് വരണമോ? നിരാശ പറ്റിയ ജീവിതത്തിലേക്ക് പുതിയ പുത്തൻ പ്രതീക്ഷകൾ ഉണ്ടെന്ന് വരുമോ? വേണമോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഭാവി ഇളടുന്നതായി നിങ്ങളിന്ന് കാണുന്നു. മുന്നോട്ട് പോകാൻ വഴി കാണാൻ നിങ്ങൾ അലയുന്നു, വിഷമിക്കുന്നു. നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ? നിങ്ങളുടെ ഭാവി ശോഭനമാക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണമോ? യേശു വന്ന് നിങ്ങളുടെ ഹൃദയത്തിന് മുമ്പിൽ ഒന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. മോനെ, നീ ഒന്ന് കാണൂ, എൻ്റെ കൈകളെ നീ കാണൂ. നിനക്ക് വേണ്ടി ആണിയടിച്ച് തകർന്ന കൈകളാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവൻ്റെ അടിപ്പണ്ടായാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപം സംബന്ധിച്ച് മരിച്ചത് എന്തിനാണ്? നാം ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. അതാ ലക്ഷ്യമുള്ളൂ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. നീതിക്ക് ജീവിക്കുന്നതിനായി തീരാൻ യേശു എൻ്റെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു. അവൻ്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവൻ കുരിശിന്മേൽ കയറിയത് എന്തിന്? നാം പാപം സംബന്ധിച്ച് മരിക്കാനാണ്. പാപത്തിന് എന്നെ കിട്ടില്ല, മദ്യം എന്നെ തൊടില്ല, മദ്യ ആസക്തി വരികയില്ല. കർത്താവ് ചീത്ത പടങ്ങൾ എന്നെ കാണുകയില്ല. ഇല്ല, തീർന്നു. എൻ്റെ കർത്താവ് അശുദ്ധ ബന്ധങ്ങളിലേക്ക് പോവുകയില്ല. പുറത്ത് പറഞ്ഞ് അറയ്ക്കുന്നതായ മ്ലേച്ഛതകളിലേക്ക് പോവില്ല. ഇല്ല കർത്താവേ, ഇല്ല. ലോകം എങ്ങനെയും നടന്നുകൊള്ളട്ടെ, ലോകം എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷെ ഞാൻ മാറ്റമില്ല. ഞാൻ ഒരു കാര്യം എന്നോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ മാറുകയില്ല. ദൈവസന്നിധിയിൽ കാതലായ തീരുമാനങ്ങൾ എടുക്കുക, വ്യക്തമായ തീരുമാനം എടുക്കുക. എന്തു വന്നാലും ശരി, ഒരു പാപത്തിന് എന്നെ കിട്ടില്ല. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആരെല്ലാം ഏതെല്ലാം തരത്തിൽ എന്നെ പ്രലോഭിപ്പിച്ചാലും ശരി, ഒരു പാപത്തിന് എന്നെ കിട്ടില്ല. ആ ഉറപ്പ് നിങ്ങൾക്ക് വരണം. ഒരശുദ്ധിയെ തൊടുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പ്രലോഭനങ്ങൾ വരാം. ഇല്ല, പ്രലോഭനങ്ങൾക്കൊന്നും എന്നെ തൊടാൻ പറ്റുകയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. ദൈവത്തിന് സ്തോത്രം. ആത്മഹത്യയോടെ പറയട്ടെ, ചെറുപ്രായത്തിൽ എത്രയേറെ പ്രലോഭനങ്ങൾ എനിക്ക് വന്നിരുന്നു. പ്രലോഭനങ്ങൾ എന്നെ തൊട്ടുപോലുമില്ല, അത് ചിന്തയിൽ പോലും കടന്നു വന്നില്ല. പ്രലോഭനങ്ങളുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ പ്രലോഭനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും അത് തൊടാനിട വന്നില്ല. കാരണം എനിക്കൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു, ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവ് ദുഃഖിക്കരുതെന്ന്. വേറൊന്നുമല്ല, എന്നെ നടത്തിക്കൊണ്ടിരുന്ന കർത്താവ്, ഈ അനാഥനായ എന്നെ കാത്തുകൊണ്ടുവന്ന കർത്താവ്, ഈ അഗതിയെപ്പോലെ ജീവിച്ച് എന്നെ കാത്തുകൊണ്ടുവന്ന കർത്താവ്, അപ്പനില്ലാത്ത എനിക്ക് അപ്പനായി വന്ന എൻ്റെ യേശു എന്നെ നോക്കി കരയാനിട വരരുത്. എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആരും പറഞ്ഞിട്ടല്ല. അന്ന് ഇതുപോലെ വചനശുശ്രൂഷയൊന്നും ഇല്ലല്ലോ, ആരും പറഞ്ഞിട്ടല്ല. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഉള്ളിൽ ഒരു തീ കർത്താവ് കത്തിച്ചു തന്നു. അതെൻ്റെ യോഗ്യത കൊണ്ടല്ലെന്നും എനിക്കറിയാം. പാവികളിലേക്കും പ്രധാനി എന്ന് പൗലോസ് പറയുന്നില്ല, അതുപോലെ പാവിയിലേക്കും പ്രധാനിയായ, പാവികളിലേക്ക് ഒന്നാമനായ എന്നിൽ കർത്താവ് കരുണ ചൊരിഞ്ഞു.
പാവം പെരിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറയാനില്ലേ, വകയില്ലേ, ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ദൈവം നിങ്ങളെ സ്നേഹിച്ചില്ലേ? ഇവിടം വരെ നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയില്ലേ? നിങ്ങളുടെ കർത്താവ് കൃപയാൽ സംസാരിച്ചില്ലേ? ദൈവത്തിന് സ്തോത്രം. പാവം സംബന്ധിച്ച് മരിക്കുക. പാപത്തെ സംബന്ധിച്ചോളം ഞാൻ മരിച്ചു കഴിഞ്ഞു, തീർന്നു. പാപത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇല്ല, ഇങ്ങനെ ഒരാളില്ല. ഞാൻ പറയാറില്ലേ, മദ്യക്കുപ്പി കൊണ്ടുവച്ചാലും ശവശരീരത്തിന് അനക്കമില്ല. എന്തുകൊണ്ട്? മദ്യം അല്ലെങ്കിൽ ജീവനുള്ള സമയത്താണെങ്കിൽ മദ്യാസക്തി കൊണ്ട മനുഷ്യനെ മദ്യം ഒന്ന് കേട്ടുമ്പോഴേക്കും എന്തൊരു ആഹ്ലാദമായിരിക്കും. പക്ഷേ മരിച്ചു കഴിഞ്ഞു, മരിച്ചു കിടക്കുക, ശവശരീരത്തിനടുത്ത് ഒരു കുപ്പി മദ്യം കൊണ്ടുവച്ചാൽ എന്നെ പറയണം, അനക്കമില്ല. എന്തുകൊണ്ട്? ആ മദ്യത്തിന് അവൻ മരിച്ചു. എന്നതുപോലെ നാം പാപത്തിന് മരിച്ചവരായി തീരണം. പാപത്തിന് മരിച്ചവരായി തീരണം. അസൂയ, സ്വാർത്ഥത, ദ്രവ്യാഗ്രഹം, പരദൂഷണം, വൈഭിന്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാത്തിനും മരിച്ചവരായി തീരണം. ഭാര്യമാർ ഭർത്താവിനെ അനുസരിക്കുന്നവരും കേഴുന്നതുമായിരിക്കണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരുമായിരിക്കണം. കുടുംബം ഐശ്വര്യമായി തീരണം. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുകയും വാത്സലിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. മക്കൾ മാതാപിതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, കുടുംബം സ്വർഗമായി തീരണം. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ഒരു നാൾ നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ശബ്ദം പിന്നെയും കേൾക്കും. മരിക്കാൻ കിടക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ചുറ്റും വന്ന് വേതാളകളികൾ വന്ന് നൃത്തം ചെയ്തുകൊണ്ട് ഭൂതപിശാചുക്കൾ, ഭൂതപ്രേതാദികൾ വന്ന് നൃത്തം ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ കേൾക്കും ഈ വാക്ക്, എൻ്റെ കർത്താവേ, ഇത് ഞാൻ അന്ന് കേട്ടതാണല്ലോ, അയ്യോ ഞാൻ അതനുസരിച്ച് ജീവിച്ചില്ലല്ലോ. കരയാനിടവരരുത്, നിരാശപ്പെടാനിടവരരുത്. അന്ന് നിങ്ങൾ മരണത്തോടടുത്ത് കിടക്കുമ്പോൾ ഒരുപക്ഷേ അവിടെ നിങ്ങളുടെ മരണക്കിടക്കയുടെ അടുത്ത് നിൽക്കുന്നവർ ബോധമില്ലാതെ കിടക്കുകയായിരിക്കും, അനക്കമില്ലാതെ കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ മിണ്ടാട്ടമില്ലാതെ കിടക്കുകയായിരിക്കും. പക്ഷേ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം ഒന്ന് അണിനിരക്കുന്നത് കാണാം, അണിനിരക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, മരണാനന്തരാവസ്ഥയെക്കുറിച്ചുള്ള ചില പാഠങ്ങൾ എൻ്റെ പുസ്തകത്തിലുണ്ട്. മരണാനന്തരാവസ്ഥ, മരിക്കാത്ത മനുഷ്യനുണ്ടോ, 2 പുസ്തകങ്ങൾ മരണത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. ആ 2 പുസ്തകങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത് സത്യമാണ്, മരണശേഷം ഒരു നിത്യതയുണ്ടായെന്ന്. വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചതാണ്. ഡോക്ടർ മോറിസ് റൗലിങ്സ്, ഡോക്ടർ എഡ്മണ്ട് മോഡി ഇവർ കണ്ടുപിടിച്ചതാണ്. ഡോക്ടർ മോറിസ് റൗലിങ്സിനെയും എഡ്മണ്ട് മോഡിയുടെയും ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നുള്ള പുസ്തകം മറ്റും വായിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, എന്തൊരു അത്ഭുതം, ഇതൊക്കെയാണോ നടക്കും? മരണശേഷം ഒരു തുരങ്കത്തിൽ കൂടി നമ്മെ കൊണ്ടുപോകുന്നു. തുരങ്കത്തിൽ കൂടി മരിച്ച ഒരാളെ തുരങ്കത്തിൽ കൂടി കൊണ്ടുപോവുകയായിരുന്നു. ആ തുരങ്കത്തിൽ, ഇരുൾ നിറഞ്ഞ തുരങ്കത്തിൽ 2 ഭീകരരൂപികൾ കൂടെ വരുന്നു. ഈ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു, ഒരു തുരങ്കത്തിൽ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു. അയ്യോ, എൻ്റെ ജീവിതം നശിച്ചല്ലോ, പിശാചുക്കളാണല്ലോ എന്നെ കൊണ്ടുപോകുന്നത്, എന്തു വേണ്ട എൻ്റെ ദൈവമേ, എനിക്കൊരു ആയുസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നായി ജീവിക്കാമായിരുന്നു. ദൈവം ഒരു ചാൻസ് കൊടുത്തു. അങ്ങ് ദൂരെ ഒരു സ്പോട്ട് ലൈറ്റ്, ഒരു വെളിച്ചത്തിൻ്റെ ഒരു തുള്ളി കണ്ടു. അതുകൊണ്ട് വിളിച്ചു, യേശുവേ, നീയാണല്ലോ ലോകത്തിൻ്റെ വെളിച്ചം, എനിക്കൊരു ആയുസ് കൂടി തരണമേ. ഞാൻ കർത്താവേ, ഞാൻ ഇനി മനസ്സറിഞ്ഞ ഒരു പാവം വരാതെ ഞാൻ ജീവിച്ചു കൊള്ളാം. നിൻ്റെ ദാസനായി ഞാൻ കണ്ടതിന് സാക്ഷിയായി ഞാൻ ജീവിച്ചു കൊള്ളാം. ഇത് അവൻ പറഞ്ഞ പാടെ അവിടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ റിസസിറ്റേഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഡോക്ടർ മോറിസ് റൗലിങ്സ് ഇവൻ കണ്ണു തുറന്നത് കണ്ടു. ഓ, അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു. നേഴ്സസ് അടുക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഡോക്ടർ ചോദിച്ചു, എന്തെല്ലാമാണ് കണ്ടത്? അത് കണ്ടതാണ് എഴുതി വച്ചിരിക്കുന്നത്, ബിയോണ്ട് ഡെത്ത് ഡോർ. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിലെ ഷിക്കാഗോയിൽ നിന്ന് ഒരു ദേവദാസി എനിക്ക് 5-6 പുസ്തകങ്ങൾ അയച്ചു തന്നു, ബിയോണ്ട് ഡെത്ത് ഡോർ. ഞാനത് ഇവിടെ ദൈവമക്കൾക്ക് ചിലർക്ക് കൊടുത്തു, കാരണം വായിക്കേണ്ട പുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മരണമുണ്ട്, ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊള്ളണം. ഇനി താമസിക്കരുത്, ഒട്ടും വൈകരുത്. അതിവേഗം ഒരുങ്ങിക്കൊള്ളുക, ഒട്ടും താമസിക്കരുത്. നിത്യതയെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. എന്ത് വേണം? യേശുവിൻ്റെ വകയായി തീരണം, മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. പ്രിയപ്പെട്ടവരെ, ഒരു പൈസയും മുടക്കണ്ട, സഭ മാറണ്ട, സമുദായം മാറണ്ട, മതം മാറണ്ട. നിങ്ങൾ ക്രിസ്തുവിനെ പോലെയാകുവാനുള്ള സമർപ്പണം എടുത്താൽ മാത്രം മതി. വേറൊന്നും വേണ്ട. കർത്താവ്, ഞാൻ പാപം ചെയ്യുകയില്ല എന്നല്ല, ഞാൻ യേശുവിനെ പോലെ ജീവിക്കും, യേശുവിനെ പോലെ ജീവിക്കും, യേശുവിനെ പോലെ സ്നേഹിക്കും, യേശുവിനെ പോലെ ഞാൻ പെരുമാറും. യേശു കാണുന്നതേ ഞാൻ കാണുകയുള്ളൂ, യേശു ചെയ്യുന്നതേ ഞാൻ ചെയ്യുകയുള്ളൂ. യേശുവിന് കാണാൻ ഇഷ്ടമില്ലാത്തത് ഞാൻ കാണുകയില്ല. സ്തോത്രം. തീരുമാനിക്കണം പ്രിയപ്പെട്ടവരെ, അതിന് വേറെ സമയം വേണ്ട.
ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവ്, യേശുവിനെ പോലെ ഞാൻ ജീവിക്കും. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ. എൻ്റെ കർത്താവേ, എനിക്ക് യേശുവിനെ പോലെ ആയാൽ മതി, യേശുവിൻ്റെ സ്വഭാവം കിട്ടിയാൽ മതി. സ്തോത്രം. ഇന്ന് എൻ്റെ എളിയ പ്രാർത്ഥന അത് മാത്രമാണ്. കർത്താവേ, യേശുവിനെ പോലൊരു സ്വഭാവം എനിക്ക് തരണമേ. വേറൊന്നും വേണ്ട കർത്താവേ, ഞാൻ വേറൊന്നും നിന്നോട് ചോദിക്കുന്നില്ല, വേറൊന്നും വേണ്ട. യേശുവിൻ്റെ സ്വഭാവം തരണം, യേശുവിൻ്റെ ഭാവം തരണം, യേശുവിൻ്റെ പ്രകൃതി തരണം, യേശുവിൻ്റെ മനോഭാവം തരണം. കർത്താവേ, വേറൊന്നും വേണ്ട എനിക്ക്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തീരുമാനിക്കാമോ? നിങ്ങൾക്ക് യേശുവിനെ പോലെ ആകുവാൻ തീരുമാനം എടുക്കാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ തീരുമാനം എന്താണ്? യേശുവിനെ പോലെയാകുവാൻ നിങ്ങൾ ക്ലേശിക്കേണ്ട, യേശു അത് ചെയ്തുകൊള്ളും. നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട, യേശു അത് ചെയ്ത് നിവർത്തിച്ച് തന്നുകൊള്ളും. ഇപ്പോൾ നിങ്ങളങ്ങനെ തീരുമാനം എടുക്കാമോ? യേശുവിനെ പോലെയാകുവാൻ ഇതാ ഞാൻ തീരുമാനിക്കും നിങ്ങൾക്ക് പറയാമോ? പ്രിയപ്പെട്ടവരെ, ലജ്ജിക്കേണ്ട, സംശയിക്കേണ്ട. നിങ്ങൾക്ക് പറയാം, ഞാൻ യേശുവിനെ പോലെ ഇന്നു മുതൽ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തീരുമാനമെടുക്കും, യേശുവെ പോലെ ഞാനാകും, യേശുവിൻ്റെ സ്വഭാവം ഞാൻ പ്രാപിക്കും. ന്യായീകരണങ്ങളൊന്നുമില്ല, അവകാശവാദങ്ങളൊന്നുമില്ല. യേശുവേ, നീയാണ് പരമഗുരു, യേശുവേ നീയാണ് പരമപിതാവ്, യേശുവേ നീയാണ് എൻ്റെ പരമരക്ഷകൻ, യേശുവേ നീയാണ് എൻ്റെ പരമനാഥൻ, യേശുവേ നീയാണ് എൻ്റെ ഉടയവൻ, യേശുവേ നീയാണ് എൻ്റെ രക്ഷകർത്താവ്, നീയാണ് എൻ്റെ അപ്പൻ, എൻ്റെ യേശുവേ നീയാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ. നീ മാത്രം യേശുവേ നീയാണ് എൻ്റെ സ്വന്തം. പറയുമോ? നിങ്ങൾ ഹൃദയത്തിൽ പറയുമോ? എങ്കിൽ നിങ്ങളുടെ അരികരങ്ങളെ ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനായ ഞങ്ങളുടെ പൊന്നേശുവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അതിമനോഹരമായ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവേ, നാളെ നഴിയാരും അറിയുന്നില്ലല്ലോ കർത്താവേ, അവിടെ നിന്നെല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നുയരാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നാഥ, നിൻ്റെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട തിരുരക്തത്തിൻ്റെ തുള്ളി ഞങ്ങളുടെ തലമേൽ തൊടുവിച്ച് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, വചനം കേട്ട് തങ്ങളുടെ തീരുമാനം ഉറപ്പിച്ച ദൈവമക്കളുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിപാവനമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.